ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്, വിപ്ലവങ്ങൾ എന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ച് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചിട്ടാണ്, അഥവാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചിട്ട്. അപ്പോൾ ഈ ക്ലാസ് ശ്രദ്ധയോടുകൂടി കാണുക, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഈ ഭാഗത്തു നിന്നുള്ള ഒരു മാർക്ക് ഉറപ്പിക്കുക. അപ്പം നമുക്ക് നോക്കാം. അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അഥവാ വിപ്ലവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ വ്യവസ്ഥിതി മാറ്റി പുതിയ ഒന്ന് സ്ഥാപിക്കാനായിട്ട് നടത്തുന്ന സമരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അഥവാ നമുക്ക് സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ആ അവസ്ഥ നമുക്ക് എന്തായിരിക്കും? അതികഠിനമായിരിക്കും, അല്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും ആ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയെ മാറ്റിയിട്ട് സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഒക്കെ ലഭ്യമാകുന്ന ഒരു വ്യവസ്ഥിതി സ്ഥാപിക്കാനായിട്ട് എന്ത് ചെയ്യും? നമ്മൾ സമരങ്ങൾ ചെയ്യും. അത്തരത്തിൽ നടന്ന ഒരു സമരമാണ് ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അമേരിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, 1492 1492 ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തി. 1492 അദ്ദേഹം സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? വടക്കേ അമേരിക്കയിലെത്തി. അദ്ദേഹം എന്താണ് വിശ്വസിച്ചിരുന്നത്? അത് ഇന്ത്യയാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം അവിടെയുള്ള ആളുകളെ എന്തെന്നാണ് വിളിച്ചിരുന്നത്? റെഡ് ഇന്ത്യൻസ് എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. അതിനുശേഷം അവിടെ കച്ചവട സാധ്യതകളും വിഭവങ്ങളുടെ ലഭ്യതയൊക്കെ മനസ്സിലാക്കി. അതായത് നല്ല കൃഷിക്ക് പറ്റിയ ഭൂമിയാണ്, അതുപോലെ നല്ല കച്ചവട സാധ്യതകളുണ്ട്, വിഭവങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി യൂറോപ്പിൽ നിന്നും ഒരു കൂട്ടം ജനങ്ങൾ എന്ത് ചെയ്തു? വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങി. അത്തരത്തില് ധാരാളം ആളുകൾ എന്ത് ചെയ്തു? വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറ്റം ആരംഭിച്ചു. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ആ സമയത്ത് സ്റ്റുവേർട്ട് വംശമാണ് ഭരണം നടത്തിയിരുന്നത്. അവിടുത്തെ ജെയിംസ് രാജാവിന്റെ ഭരണത്തിൽ അസംതൃപ്തരായ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വിഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു? അമേരിക്കയിലേക്ക് കുടിയേറി താമസിച്ചു. അത്തരത്തിൽ വന്നവരാണ് തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെടുന്നത്. അവരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. എന്താണ് കോളനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോളനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപരമായും അതുപോലെ തന്നെ സാമ്പത്തികപരമായും സൈനികപരമായും, ഏതൊക്കെയാ? ഭരണപരമായും സാമ്പത്തികപരമായും സൈനികപരമായിട്ടും ഒരു രാഷ്ട്രം ഒരു പ്രദേശത്തെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ പ്രദേശം എന്താണ്? കോളനികൾ എന്നാണ് അവയെ വിശേഷിപ്പിച്ചിരുന്നത്. ഓർക്കുക, ഒരു രാഷ്ട്രം ഒരു പ്രദേശത്തെ ഭരണപരമായും സാമ്പത്തികപരമായും സൈനികപരമായും നിയന്ത്രിക്കുകയാണെങ്കിൽ ആ പ്രദേശങ്ങൾ ഏതാണ്? കോളനികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത്തരത്തിൽ ഭരണം നടത്തുന്ന ആ രാഷ്ട്രം അറിയപ്പെടുന്നത് കൊളോണിയൽ മേധാവി എന്ന പേരിലും ആണ്. അപ്പോൾ ഓർക്കുക, 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തി. അദ്ദേഹം അത് വിശ്വസിച്ചിരുന്നത് ഇന്ത്യയാണെന്നാണ്. അവിടെയുള്ള ആളുകളെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് റെഡ് ഇന്ത്യൻസ് എന്ന പേരിലാണ്. അതിനുശേഷം പിൽക്കാലത്ത് യൂറോപ്പിൽ നിന്നും നിരവധി ആളുകൾ അമേരിക്കയിലെ വിഭവ സമൃദ്ധിയും കച്ചവട സാധ്യതകളും എല്ലാം മനസ്സിലാക്കി അങ്ങോട്ടേക്ക് കുടിയേറി താമസിച്ചു.
അതിന് പുറകിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവിന്റെ ഭരണത്തിൽ അസംതൃപ്തരായ ഒരു വിഭാഗം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന ഒരു വിഭാഗം ആളുകളും എന്ത് ചെയ്തു? അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്തു. അത്തരത്തിൽ വന്ന ഒരു വിഭാഗമാണ് തീർത്ഥാടക പിതാക്കന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരാണ് എന്ത് ചെയ്തത്? അമേരിക്കയിൽ ആദ്യ കോളനികൾ സ്ഥാപിച്ചത്. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നമ്മൾ പറഞ്ഞു, നമുക്ക് സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും, അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യവസ്ഥിതിയിൽ നിന്നും മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന പുതിയൊരു വ്യവസ്ഥിതി പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന സമരങ്ങളാണ് എന്ത്? വിപ്ലവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. അത്തരത്തിൽ നടന്ന ഒരു വിപ്ലവമാണ് ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആ കോളനികളിലെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന ഭരണപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സൈനികപരമായിട്ടും അനുഭവിച്ചിരുന്ന ചൂഷണങ്ങൾക്ക് എതിരായിട്ട് പുതിയൊരു വ്യവസ്ഥിതി സ്ഥാപിക്കുക എന്നതായിരുന്നു ഏത്? അമേരിക്കൻ ജനതയുടെ ലക്ഷ്യം. നമുക്ക് നോക്കാം. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെത്തിയ ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അറിയപ്പെട്ടിരുന്നതാണ് എന്ത്? തീർത്ഥാടക പിതാക്കൾ എന്ന പേരിൽ. ഓർക്കുക, നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, സ്റ്റുവർട്ട് രാജവംശത്തിലെ ജെയിംസ് രാജാവ്, അദ്ദേഹം എന്തായിരുന്നു? രാജാവിനാണ് പരമാധികാരം എന്ന് വിശ്വസിച്ചിട്ടുള്ള ഒരു ഭരണമായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ ആ ഭരണത്തിൽ അസംതൃപ്തരായവരും അതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചവരുമായിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങൾ, അതായത് ഇംഗ്ലീഷുകാർ എന്തായിരുന്നു? അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്തു. അവരറിയപ്പെടുന്നതാണ് എന്ത്? തീർത്ഥാടക പിതാക്കൾ എന്ന്. അപ്പോൾ ഓർക്കുക, അമേരിക്കയിലെത്തി ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? തീർത്ഥാടക പിതാക്കൾ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ എത്തിയ കപ്പൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക, മെഫ്ലർ എന്നാണ് ആ കപ്പലിന്റെ പേര്. ഏതാണ്? മെഫ്ലർ എന്നാണ് തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ എത്തിയ കപ്പലിന്റെ പേരാണ് മെഫ്ലർ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ മെയിൻ ഹെഡിങ്, അതായത് ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ തീർത്ഥാടക പിതാക്കൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം ഏത്? അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഓർത്തിരിക്കുക, തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ എത്തിയ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് മെഫ്ലർ ആണ്. തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചു തുടങ്ങിയ വർഷം. നമ്മൾ പറഞ്ഞു, അമേരിക്കയിൽ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത് ആരാണ്? തീർത്ഥാടക പിതാക്കളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആദ്യമായി കോളനികൾ സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ ഓർത്തിരിക്കുക, 1620 എന്നാണ്. 1620. അപ്പൊ നമുക്കൊന്നോടെ നോക്കാം. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെത്തി ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അറിയപ്പെട്ടിരുന്നത് തീർത്ഥാടക പിതാക്കൾ. തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ എത്തിയ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് മെഫ്ലർ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചു തുടങ്ങിയ വർഷമാണ് 1620 എന്ന കാര്യവും ഓർക്കുക. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം 13. ഓർത്തിരിക്കുക, നമ്മൾ പറഞ്ഞു യൂറോപ്പിൽ നിന്നെല്ലാം ആളുകൾ കുടിയേറി പാർത്തു തുടങ്ങി എന്ന് പറഞ്ഞു. അത്തരത്തിൽ 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലായിട്ട് കോളനികൾ സ്ഥാപിച്ചു. അത്തരത്തിൽ അവർ എത്ര കോളനികൾ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ 13 കോളനികൾ സ്ഥാപിച്ചു. എത്രയാണ്? 13 കോളനികളാണ് എന്ത്? ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ചത്. അപ്പോൾ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലായിട്ട് ഏകദേശം 13 കോളനികൾ സ്ഥാപിച്ചു. ഇനി നമുക്ക് നോക്കാം. വടക്കേ അമേരിക്കയിലെ ബ്രിട്ടന്റെ 13 കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് ഏത്? അമേരിക്കൻ വിപ്ലവം. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഈ 13 കോളനികൾ ചേർന്ന്,
ഈ 13 കോളനികൾ ആരാണ് സ്ഥാപിച്ചത്? ഇംഗ്ലണ്ടാണ് സ്ഥാപിച്ചത്, അഥവാ ബ്രിട്ടൻ ആണ് സ്ഥാപിച്ചത്. ഈ ബ്രിട്ടനെതിരായിട്ട് ഈ 13 കോളനികളും നടത്തിയ സമരമാണിത്, സ്വാതന്ത്ര്യ സമരമാണിത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അഥവാ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ, അതായത് അവരാണ് ഈ 13 കോളനികൾ സ്ഥാപിച്ചത്. അപ്പോൾ ഈ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ ഈ 13 കോളനികൾ നടത്തിയ സ്വാതന്ത്ര്യ സമരമാണിത് അമേരിക്കൻ വിപ്ലവം അഥവാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത്. അത് ഓർത്തിരിക്കുക. ബ്രിട്ടന്റെ 13 കോളനികളാണ് മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം പ്രീവിയസ് ഇയറിൽ ധാരാളം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണെന്ന്. ഏതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഏതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം. അപ്പൊ നമുക്ക് നോക്കാം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം 13 ആണ്. അതുപോലെ വടക്കേ അമേരിക്കയിലെ ബ്രിട്ടന്റെ 13 കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് അമേരിക്കൻ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ് ഇത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? അമേരിക്കൻ വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം, ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം എന്ന് നമ്മൾ പറഞ്ഞു. ആ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്, അല്ലെങ്കിൽ ആ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ഓട്ടിസ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ജെയിംസ് ഓട്ടിസിൻ്റെതാണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണിത് മെർക്കന്റലിസം എന്ന് പറയുന്നത്. എന്താണ്? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റലിസം. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. നമ്മൾ പറഞ്ഞു ബ്രിട്ടൻ 13 കോളനികൾ സ്ഥാപിച്ചു അല്ലെ? വടക്കേ അമേരിക്കയിലെ 13 കോളനികൾ ബ്രിട്ടൻ സ്ഥാപിച്ചു. ഈ 13 കോളനികളെ ബ്രിട്ടൻ എന്തായിട്ടാണ് കണ്ടത്? അവർക്ക് അസംസ്കൃത വസ്തുക്കൾ, അവരുടെ വ്യവസായത്തിന് വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനുള്ള ഒരു സ്ഥലമായിട്ടും അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള ഒരു കമ്പോളവുമായിട്ടാണ് ഈ 13 കോളനികളെയും ബ്രിട്ടൻ കണ്ടത്. അപ്പോൾ അത്തരത്തില് അവർക്ക് ബ്രിട്ടന് അനുകൂലമായിട്ട് അവർ കൊണ്ടുവന്ന ഒരു വാണിജ്യ നയമാണ് ഇത് മെർക്കന്റലിസം എന്ന് പറയുന്നത്. ഈ മെർക്കന്റലിസം എന്ന വാണിജ്യ നയം അവരെ കൂടുതൽ എന്ത് ചെയ്തു? ബുദ്ധിമുട്ടിക്കുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് നോക്കാം, ബ്രിട്ടീഷ് പാർലമെന്റ് അമേരിക്കയുടെ 13 കോളനികളിൽ ചുമത്തിയ നികുതിയാണ് ഇത് പഞ്ചസാര നികുതി എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ പഞ്ചസാര നികുതി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഏതാണ്? അമേരിക്കൻ വിപ്ലവവുമായിട്ടാണ് പഞ്ചസാര നികുതി എന്ന കാര്യം ഓർത്തിരിക്കുക ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്. ബ്രിട്ടീഷ് പാർലമെന്റ് അമേരിക്കയുടെ 13 കോളനികളിൽ ചുമത്തിയ നികുതിയാണ് എന്തെന്ന് പറയുന്നത്? പഞ്ചസാര നികുതി എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഈ 13 കോളനികളിലായിട്ട് നികുതി ചുമത്താൻ തുടങ്ങി. ആ നികുതിക്ക് പറയപ്പെട്ടിരുന്ന പേരാണ്, അല്ലെങ്കിൽ ആ നികുതിയെ പറയുന്ന പേരാണ് പഞ്ചസാര നികുതി എന്ന പേരിൽ. ഇനി നമുക്ക് നോക്കാം മുദ്രാവാക്യം. നമ്മൾ പറഞ്ഞു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റലിസം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റ് അമേരിക്കയുടെ 13 കോളനികളിൽ ചുമത്തിയ നികുതി അറിയപ്പെടുന്നത് പഞ്ചസാര നികുതി എന്ന പേരിലാണ്.
ഇനി ഓർത്തിരിക്കേണ്ടത് അമേരിക്കൻ വിപ്ലവത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ, അതായത് ബ്രിട്ടീഷുകാർ കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമങ്ങളെല്ലാം തന്നെ ഈ കോളനിക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു. അവയാണ് എന്തിലേക്ക് നയിച്ചത്? ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചത്. അവ ഏതൊക്കെയാണ് ആ നിയമങ്ങളെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന് ഏതാണ്? ടീ ആക്ട്. ടീ ആക്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1773 ഇത് ടീ ആക്ട് വരുന്നത്. അടുത്തതാണ് കറൻസി നിയമം. കറൻസി നിയമം 1764. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പഞ്ചസാര നിയമം. പഞ്ചസാര നിയമം 1764. സ്റ്റാമ്പ് നിയമം, അതിന്റെ വർഷം ഏതാണ്? 1765. ടൗൺഷെൻഡ് നിയമം, അതിന്റെ വർഷം വരുന്നത് 1767. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ എന്താണ്? നമ്മൾ ഓർത്തിരിക്കണം. ഈ നിയമങ്ങളൊക്കെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്താ ഓർത്തിരിക്കണം? ഇവ മെയിനായിട്ട് ഓർത്തിരിക്കുക. ഈ ആക്ടുകളുടെ പേരുകൾ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ടീ ആക്ട് 1773, കറൻസി നിയമം 1764, പഞ്ചസാര നിയമം 1764, സ്റ്റാമ്പ് നിയമം 1765, ടൗൺഷെൻഡ് നിയമം 1767. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു? തേയിലയുടെ മേൽ ഉയർത്തിയ ഉയർന്ന നികുതി അവിടുത്തെ ജനങ്ങളെ അസംതൃപ്തരാക്കി. അവരെന്ത് ചെയ്തു? ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ കയറി, അതായത് റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ച് അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു? അവിടെ നിന്നും ഒരു 342ഓളം പെട്ടികള്, തേയിലപ്പെട്ടികൾ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ഈ സംഭവം അറിയപ്പെടുന്നതാണ് എന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി ശക്തമായ പ്രതിഷേധം അമേരിക്കയിൽ ഉയർന്നു വന്നു. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതാണ് എന്തിനു കാരണം? ബോസ്റ്റൺ ടീ പാർട്ടിക്ക് കാരണമായത്. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർത്തിയ നികുതിയാണ് എന്തിനു കാരണം? ബോസ്റ്റൺ ടീ പാർട്ടിക്ക് കാരണം എന്ന കാര്യം ഓർത്തിരിക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ഏത് വർഷമാണ് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക, 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. അപ്പോൾ ഓർക്കുക, ഈ സംഭവം നടന്ന വർഷം ചോദിച്ചാൽ 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം അറിയപ്പെടുന്നതാണ് ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നത്. ഓർത്തിരിക്കുക, ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം അറിയപ്പെടുന്നതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോ അത് പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ്, അത് ഓർത്ത് വെക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യവും ഓർത്തിരിക്കുക. അടുത്തതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ബ്രിട്ടൻ ഇതുപോലെയുള്ള നികുതികളൊക്കെ ചുമത്തുന്നതും അവരുടെ നിയമങ്ങളും എല്ലാം എന്തുണ്ടാക്കി? ഈ ജനങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനെതിരായി ശക്തമായി പ്രതിഷേധിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ സമ്മേളിച്ചതാണ് ഇത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനം അറിയപ്പെടുന്നതാണ് ഇത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്.
ഈ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം ചോദിച്ചാൽ ഓർത്തിരിക്കുക 1774 എന്ന കാര്യം ഓർക്കുക. എന്താണ്? 1774 എന്ത് നടന്നത്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. ഇത് നമ്മൾ ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. എന്താണ്? 7 7 14 അല്ലേ? 7 + 7 ആണ് എന്ത്? 14 എന്ന് പറയുന്നത്. ആ 14ന്റെ 1 ഇവിടെ, 4 ഇവിടെ. അപ്പൊ എങ്ങനെയാണ്? 1774 എന്ന് നമുക്ക് ഓർത്തിരിക്കാം. അതേതാണ്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ്. അങ്ങനെ ഓർത്തിരിക്കാം. ഇത് ടഫുള്ള ആൾക്കാർ ഇയർ പഠിച്ചു തന്നെ പോവുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓർത്തിരിക്കാവുന്നതാണ്. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന സ്ഥലം ചോദിച്ചാൽ ഏതാണ്? ഫിലാഡൽഫിയ. ഏതാണ്? ഫിലാഡൽഫിയയിലാണ് എന്ത് നടന്നത്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന സ്ഥലമെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. വർഷം ചോദിച്ചാൽ 1774. ഇപ്പൊ നമ്മൾ പറഞ്ഞു 13 കോളനികളും മാതൃരാജ്യമായ ബ്രിട്ടന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ അസംതൃപ്തരായിട്ട് അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന സമ്മേളനമാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രിട്ടൻ എത്ര കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു? 13 കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഒരു കോളനി ഉണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജോർജിയ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? ജോർജിയ ആണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി എന്ന് പറയുന്നത് ജോർജിയ ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനം അറിയപ്പെടുന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ്. അതുപോലെ തന്നെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം ഓർത്തിരിക്കുക 1774 ഇത് നടന്നത്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന സ്ഥലം ചോദിച്ചാൽ അത് ഏതാണ്? ഫിലാഡൽഫിയ ആണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ഏതാണെന്ന് ചോദിച്ചാൽ അത് ജോർജിയ ആണ് എന്ന കാര്യവും ഓർക്കുക. അതിനുശേഷം, അതായത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേർന്നു എന്ന് നമ്മൾ പറഞ്ഞു, അതിനോടനുബന്ധിച്ച് തന്നെ വന്നതാണ് ഇത് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന സ്ഥലം ഏതാണ് എന്നൊക്കെ. അപ്പൊ ഓർക്കുക, അതിന്റെ തൊട്ടടുത്ത വർഷം 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നതെങ്കിൽ 1775 എന്ത് നടന്നത്? രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. നടന്ന സ്ഥലം സെയിം ആണ്. ഏതാണ്? ഫിലാഡൽഫിയ ആണ്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണെങ്കിലും രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണെങ്കിലും നടന്ന സ്ഥലം ഏതാണ്? ഫിലാഡൽഫിയ ആണ്. ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ചിട്ട് കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ മേധാവിയായിട്ട് അല്ലെങ്കിൽ തലവനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ജോർജ് വാഷിങ്ടൺ. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ജോർജ് വാഷിങ്ടൺ ആണ് എന്ന കാര്യം ഓർക്കുക. ഇനി നോക്കാം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണത്? തോമസ് പെയിൻ ആണ് എന്ന കാര്യം ഓർക്കുക. തോമസ് പെയിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തിറക്കിയ ലഘുലേഖനമാണ് ഏത്? കോമൺ സെൻസ്. അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. കോമൺ സെൻസ് അവതരിപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ രചിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? തോമസ് പെയിൻ ആണ് എന്ന കാര്യം ഓർക്കുക. ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? തോമസ് പെയിൻ ആണ്. ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക, ഇത് ഓർക്കാൻ വേണ്ടിയിട്ട്. എന്താണ്? വേർപിരിയുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പെയിൻ ഉള്ള കാര്യമാണ് അല്ലേ? അത് ഓർക്കുക. ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ്, അതായത് വേർപിരിയുക ആണ്
എന്ത് അമേരിക്കക്കാരെ സംബന്ധിച്ച വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ തോമസ് പെയിൻ ആണ് എന്ന കാര്യം ഓർക്കുക. എന്താണ് ഓർക്കേണ്ടത്? വേർപിരിയുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പെയിൻ ഉള്ള കാര്യമാണ് അല്ലെ? അത്തരത്തിൽ നമ്മൾ ഓർത്തു വെക്കുക. ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ച വ്യക്തിയാണ് തോമസ് പെയിൻ. ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ്. ഈ കോട്സ് ആര് പറഞ്ഞതാണെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചിന്തിക്കാം? ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാർ എന്ന് ചിന്തിച്ചാൽ, അതായത് വേർപിരിയുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് പെയിൻ ഉള്ള കാര്യമാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? തോമസ് പെയിൻ ആണ് എന്ന കാര്യം നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് വന്നു. അതായത് നിലവിലുള്ള അവസ്ഥകളൊക്കെ മാറ്റി അമേരിക്കൻ രാഷ്ട്രം എന്ന ഒരു ചിന്തയിലേക്ക് അവർ പോയി. അതിനുശേഷം വന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അത് നടന്ന വർഷം ഓർത്തിരിക്കുക, 1776 ജൂലൈ 4-നാണ് എന്ത് നടന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സൺ, അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നീ 2 പേരാണ് എന്ത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സൺ, അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ഉണ്ടായിരുന്ന യുദ്ധം അവസാനിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1781 എന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ഉണ്ടായിരുന്ന യുദ്ധം അവസാനിച്ച വർഷം. അവസാനം എന്ത് സംഭവിച്ചു? ഈ ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. അത് ഏത് വർഷമാണ് അവസാനിച്ചത്? 1781 അവസാനിച്ചത്. ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടിയാണ് എന്ത്? പാരീസ് ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതാണ്? ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടിയാണ് ഏത്? പാരീസ് ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം 1776 ജൂലൈ 4-നാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ, അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നീ 2 പേരാണ്. ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ഉണ്ടായിരുന്ന യുദ്ധം അവസാനിച്ച വർഷം 1781. ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി എന്ന കാര്യവും ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം, പാരീസ് ഉടമ്പടി നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1783 പാരീസ് ഉടമ്പടി നടന്നത്. എന്നാണ്? 1783 പാരീസ് ഉടമ്പടി നടന്നത്. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. അത് ഓർത്തിരിക്കുക. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ ആണ്. അതുപോലെ അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലം അതും ഏതാണ്? ഫിലാഡൽഫിയയാണ്. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു, 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് അതുപോലെ തന്നെ 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എല്ലാം നടന്നത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. ആ ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെയാണ് എന്ത് അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലവും ഏതാണ്? ഫിലാഡൽഫിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞിരുന്നു എന്ത് കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് ആരെ തെരഞ്ഞെടുത്തിരുന്നു? ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുത്തിരുന്നു. അദ്ദേഹം തന്നെയാണ് പിൽക്കാലത്ത് എന്ത് ചെയ്തത്? അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് എന്ന കാര്യം
ഓർത്തിരിക്കുക. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പൊ നമുക്ക് നോക്കാം. പാരീസ് ഉടമ്പടി നടന്ന വർഷം 1783. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലം ഫിലാഡൽഫിയ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിംഗ്ടൺ ആണ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അതുപോലെ തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഏത്? അമേരിക്കൻ ഭരണഘടന. അമേരിക്കൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് എന്ത്? ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഏത്? അമേരിക്കയുടേത്. അപ്പോൾ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് എഴുതപ്പെട്ടതും എന്നാൽ ഏറ്റവും ചെറുതുമായിട്ടുള്ള ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഓർത്തിരിക്കുക 1789. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എന്താണ്? 7, 8, 9 ഓർഡറിൽ ഓർത്തിരുന്നാൽ മതി. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1789 എന്ന കാര്യം ഓർത്തിരിക്കുക. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ രാജ്യമാണ് ഇത്? അമേരിക്ക. നമ്മൾ പറഞ്ഞു റിപ്പബ്ലിക് എന്ന ആശയം നൽകിയത് അമേരിക്കൻ സ്വാതന്ത്ര്യ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് എന്ത്? ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ രാജ്യമാണ് ഇത്? അമേരിക്ക. ഓർക്കുക, ഫെഡറൽ രാഷ്ട്രം. അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ ആണ്, അല്ലേ? ഓർത്തിരിക്കുക. കാരണം എന്താണ്? ആദ്യ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ ആണ്. അദ്ദേഹം തന്നെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നത് ജോർജ് വാഷിംഗ്ടൺ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. അതുപോലെ തന്നെ അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1789 സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ രാജ്യമാണ് അമേരിക്ക. അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ജോർജ് വാഷിംഗ്ടൺ ആണ്. അപ്പോ ഇത്രയേ ഉള്ളൂ അമേരിക്കൻ വിപ്ലവം അഥവാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഹെഡിങ്ങുകൾ, അതായത് ബോസ്റ്റൺ ടീ പാർട്ടി, തീർത്ഥാടക പിതാക്കന്മാർ, അതുപോലെ തന്നെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, പഞ്ചസാര നികുതി, നമ്മൾ കുറച്ച് നിയമങ്ങളൊക്കെ പറഞ്ഞു, ആ നിയമങ്ങളുടെ പേര്, അതുപോലെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇതൊക്കെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കുക. ഇങ്ങനത്തെ പോയിന്റ്സ് ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉള്ളത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഭാഗം നല്ല രീതിയിൽ തന്നെ നോട്ട് തയ്യാറാക്കി തന്നെ പഠിക്കുക. ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് പോകാതെ നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കുക. ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് മിന്റിൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ പോളായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? അതും ആൻസർ ചെയ്ത് നോക്കുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും, നോക്കുക. അതുപോലെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ്, മന്ത്ലി വീക്ക്ലി ടെസ്റ്റ് സീരീസ്, ഇ ബുക്ക്, മെൻറ്റർഷിപ്പ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട്, അതായത് ഇപ്പം നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിച്ചു, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.